ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുന്നത് ജപ്പാനിലെ ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻ്റായ സൈസേരിയയിലേക്കാണ്. സൈസേരിയയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഇവിടെ ലഭ്യമാണ്, അതും മിതമായ നിരക്കിൽ. ചിക്കൻ, പോർക്ക്, ബീഫ്, അതുപോലെ തന്നെ പ്രോൺസ്, നമ്മുടെ നാട്ടിലെ കക്ക എന്ന് പറയുന്ന മസിൽസ്, പാസ്ത, പിസ്സ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, പുഡിംഗ്, വൈൻ, ബീർ, വിവിധയിനം ബ്രെഡ് ഐറ്റംസ്, ഇതെല്ലാം ഇവിടെ ലഭ്യമാണ്. ഇന്നെന്തെങ്കിലും പുതിയൊരു ഐറ്റം ട്രൈ ചെയ്യണമെന്ന ആഗ്രഹത്തോടെ മെനു തിരഞ്ഞു നോക്കിയപ്പോഴാണ് ഗ്രിൽഡ് എസ്കാർഗോട്ട് എന്നുള്ള ഒരു പേര് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ ഗ്രിൽഡ് എസ്കാർഗോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും അതൊരു സീ ഫുഡായിരിക്കും എന്ന് കരുതിയിട്ട് ഓർഡർ ചെയ്തു. ഇവിടെ ഓർഡർ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ഒരു വെബ്സൈറ്റിൽ ഓൺലൈനായിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്യേണ്ടത്. ഓർഡർ ചെയ്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റം വന്നു. നമ്മുടെ ഉണ്ണിയപ്പ പാത്രത്തിനോടൊക്കെ സാമ്യമുള്ള പോലത്തെ ഒരു പാത്രത്തിലാണ് അവർ കൊണ്ടുവച്ചിരിക്കുന്നത്. 6 കുഴികളിലായിട്ടാണ് ഈ വിഭവം അവർ ക്രമീകരിച്ചിരിക്കുന്നത്. ഓരോ കുഴികളിലും ഓരോ ഇരുണ്ട നിറത്തിലുള്ള എസ്കാർഗോട്ടും അതിന് ചുറ്റുമായിട്ട് വിവിധ ഇനം പച്ചക്കറികൾ, ക്യാരറ്റ്, സവാള, അങ്ങനെ പല ഇനത്തിലുള്ള പച്ചക്കറിയുടെ കഷ്ണങ്ങളും പിന്നെ എന്തോ ഒരു ഓയിലും അവരതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള ഒരു ഭക്ഷണങ്ങളിലും പൊതുവേ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും യൂസ് ചെയ്യാറില്ല. ജപ്പാൻകാർ പൊതുവെ അവരുടെ ഭക്ഷണത്തിൽ അധികം എരിവ് ചേർക്കാറില്ലെങ്കിലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിൽ നിന്നും എരിവുള്ള ഭക്ഷണം കഴിക്കാൻ താല്പര്യപ്പെടുന്നവരും ഏറെയുണ്ട്. ഈ ഭക്ഷണത്തിലേക്ക് ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചേർത്തിരിക്കുന്ന ഓയിൽ തിളച്ച് മറിയുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും നമുക്ക് കഴിക്കാൻ ആരംഭിക്കാം. ഓരോ കുഴിയിലുള്ള ഒരു എസ്കാർഗോട്ടും അതിന് ചുറ്റും കിടക്കുന്ന എല്ലാ പച്ചക്കറികളും ആ ഓയിലുകളും എല്ലാം കൂടെ ചേർത്ത് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റായിരുന്നു, നല്ല കിടു ടേസ്റ്റായിരുന്നു. എന്തായാലും എസ്കാർഗോട്ട് എന്താണെന്ന് അറിയാൻ ഞാൻ ഗൂഗിളുമായിട്ടൊന്ന് സംസാരിച്ചു. ഗൂഗിൾ നൽകിയ ഉത്തരം അപ്രതീക്ഷിതമായിരുന്നു. എഡിബിൾ ലാൻഡ് സ്നെയിൽ അഥവാ കഴിക്കാൻ കൊള്ളാവുന്ന ഒച്ച്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നതിനാലും എന്താണെന്ന് അറിയാതെയാണല്ലോ കഴിച്ചത് എന്ന കുറ്റബോധത്താലും 2 തവണ കൂടെ അതേ റെസ്റ്റോറൻറ്റിൽ പോയി ഞാൻ ഈ വിഭവം കഴിച്ചു. എന്താ അല്ലേ?